ചെയ്തില്ല. അപ്പോൾ നമ്മൾ നല്ല കള്ളനെ പോലെ സ്വർഗത്തിൽ പോകാനല്ല നമ്മുടെ വിളി. നല്ല കള്ളൻ സ്വർഗത്തിൽ പോയി, പക്ഷേ വേറെ ആത്മാക്കളൊന്നും കൂട്ടിക്കൊണ്ടുപോയിന്ന് തോന്നുന്നില്ല, ഇല്ലേ? നമ്മുടെ വിളി നമ്മുടെ തന്നെ സ്വർഗമല്ല, അനേകരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വിളിയാണ്. നമ്മൾ സ്വർഗത്തിൽ പോകുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ചുമ്മാ സ്വർഗത്തിൽ പോകണതിലല്ല. അതാ അച്ഛൻ പറഞ്ഞത്. നമ്മളവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, നീ എത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ട്? അപ്പോൾ നമ്മൾ പറയും, അയ്യോ പത്രോസേട്ടാ, ഞാൻ കട്ടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ഞാൻ തന്നെ ഇവിടെ രക്ഷപ്പെട്ട് വന്നേക്കണത്. അതെന്താ അങ്ങനെ? അതല്ല നമ്മുടെ വിളി. നമ്മൾ 10,000-കണക്കിന് ആത്മാക്കളെ കൊണ്ടുപോകണം. ആ ഒരു ദൗത്യമാണ് നമ്മുടെ ദൗത്യം. ഓരോ കുർബാനയിലും എന്തോരം ആത്മാക്കളെ നമുക്ക് നേടാൻ പറ്റും. ഓരോ കുർബാനയിലും നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് നിയോഗം വെച്ചല്ല അർപ്പിക്കേണ്ടത്. ലോകം മുഴുവനും വേണ്ടി അർപ്പിക്കുന്ന ഈ ബലി കണ്ടോ, ആർക്ക് വേണ്ടി അർപ്പിക്കുന്നത്? ലോകം മുഴുവനും. ലോകം മുഴുവനും ഉള്ളവർ വിശ്വാസികളാണോ? അല്ല. നമ്മുടെ വിശ്വാസത്തിലൂടെ ഈ ലോകം മുഴുവനുള്ളവരിലേക്ക് കൃപ ഒഴുകും. ഓക്കെ, അടുത്ത ആൾ വരാം. യെസ്. ഇന്നിവിടെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഞാൻ പാപത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും പരിശുദ്ധാത്മാവിനോട് ധാരാളമായ അനുഗ്രഹങ്ങൾ വർഷിച്ച് എൻ്റെ ചെറിയ പാപങ്ങൾ പോലും എനിക്ക് കാണിച്ചു തരണമേ എന്ന് ആത്മാർത്ഥമായിട്ടിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഒരാഴ്ചയായുള്ളല്ലോ, ഇനി എന്ത് പാപം കാണും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു പാപവും ഓർക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ദേഹം ഈ വശം മുഴുവനും അങ്ങ് ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ഈ വശം മുഴുവൻ അങ്ങ് തളർന്ന് വേദന കൊണ്ട് ഞാൻ അവിടെ നിന്ന് പുളയുകയായിരുന്നു. വേദന കൊണ്ട് തളർന്നു പോകുന്ന പോലെ അങ്ങ് തോന്നുകയായിരുന്നു. അപ്പം ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു, എന്താ പരിശുദ്ധാത്മാവേ, എന്നെ ഇത്രമാത്രം വേദനിപ്പിക്കുന്നതായ പാപങ്ങൾ എന്താണ്, എന്നെ ഓർമ്മിപ്പിച്ച് തരണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് അങ്ങ് പുറത്തു പോയി നിന്ന് ആ തൂണെ ചാരി നിന്ന് ഈ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പുറകിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി കുമ്പസാരിക്കാനായിട്ട്. അപ്പോഴും എൻ്റെ മനസ്സിലെ പാപങ്ങളൊന്നുമില്ല എന്നുള്ള വിധത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയം വരെ പോലും എനിക്ക് പാപത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ കിട്ടുന്നില്ല. അവസാനം ഞാൻ എന്നെ വിളിച്ച അവിടുന്ന് ഞാൻ തിരിച്ചു പോന്നിട്ട് ഇവിടെ വന്ന് നിന്ന് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ഓരോ പാപങ്ങളിങ്ങനെ ഓർമ്മിപ്പിച്ച് തരുന്നത്. അതുകൊണ്ട് ആ പാപങ്ങളെല്ലാം ഏറ്റുപറയാനായിട്ട് വളരെ സന്തോഷത്തോടുകൂടി നല്ലൊരു കുമ്പസാരം കഴിക്കുകയും അതോടൊപ്പം തന്നെ ആ വിശുദ്ധ കുർബാനയിലുള്ള സാന്നിധ്യം കൂടുതൽ അനുഭവവേദ്യമാകുവാനും പിന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ചെന്നപ്പോൾ ഞാൻ വിശുദ്ധ കുർബാന ആത്മാർത്ഥമായിട്ട് പുസ്തകം മുഴുവൻ വൈദികനോടൊപ്പം പ്രാർത്ഥന ചൊല്ലിയാണ് വിശുദ്ധ കുർബാന എല്ലാ ദിവസവും അർപ്പിക്കുന്നത്. അതുകൊണ്ട് അത് ഒരിക്കലും എനിക്ക് പാഴായി പോകുകയില്ലെന്ന് എനിക്കറിയാം. ആ വിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കൊച്ചിലെ എന്നെ നയിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ പോളച്ചറയച്ചൻ്റെ വീറും വാശിയും കൂടെ ചേർന്നുള്ള ഒരു പ്രസംഗം കൂടെ കേട്ടപ്പോൾ എനിക്ക് അവിടെ നിന്ന് എഴുന്നേക്കാനാണ് തോന്നിയത്, എഴുന്നേറ്റ് സുവിശേഷം പ്രസംഗിക്കാനാണ് തോന്നിയത്. അപ്പോൾ അന്നേരത്തെ ഞങ്ങളൊക്കെ അന്ന് യുവദീപ്തിയിലാണ്, അച്ഛൻ ഞങ്ങളുടെ വികാരിയച്ഛനാണ്. അന്ന് ചെറുപ്രായം, നല്ല ഊർജ്ജസ്വലതയോടെ, ഇതിനേക്കാൾ ഇപ്പോൾ എത്രമാത്രം ഊർജ്ജസ്വല, അതിനേക്കാട്ട് ഊർജ്ജസ്വലതയോടെ, ചെറുപ്രായത്തിലെ ഊർജ്ജസ്വലത നമുക്കറിയാമല്ലോ. അപ്പോൾ അച്ഛന് നല്ല ഊർജ്ജം. അപ്പോൾ ഞങ്ങൾ ഈ യുവദീപ്തിയുടെ ഇതിനൊക്കെ പോയി ചാമ്പ്യൻഷിപ്പൊക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അച്ഛൻ ഞങ്ങളെ ഇങ്ങനെ കയ്യിലേക്ക് എടുത്തു പൊക്കുമായിരുന്നു. യുവതികളാണെങ്കിൽ പോലും ഞങ്ങളെ ആത്മാർത്ഥമായിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അന്നത്തെ ആ വീറു അത് ഒരിക്കലും മാഞ്ഞിട്ടില്ല. ഇച്ചിരി തലമുടി നരച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ സന്തോഷം തോന്നി അച്ഛൻ്റെ ആ പ്രസംഗം. നമുക്ക് കൂടുതൽ ഉന്മേഷം പകരാനും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടിയെടുക്കുവാനും നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു വലിയ സന്ദേശം ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചു. താങ്ക് യു. കയ്യൊന്ന് അടിക്കേ.